തലശ്ശേരിക്കാരനാണ്. ഇന്നെൻ്റെ യാത്ര ചൊക്ലി ഒളവിലത്തിലേക്കാണ്. അവിടെ ഒരു 10 സെൻറ്റ് സ്ഥലം വീട് നിർമ്മിക്കാൻ അനുയോജ്യമായിട്ടുള്ള ഒരു 10 സെൻറ്റ് സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇപ്പോൾ തലശ്ശേരി കോഴിക്കോട് നാഷണൽ ഹൈവേയിലൂടെ നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. ഇതിൽ നമ്മൾ സിഗ്നലിൽ നിന്ന് ലെഫ്റ്റിലേക്ക്, അതായത് ചുക്ലിയിലേക്കും മാഹിയിലേക്കെല്ലാം പോകുന്ന സിഗ്നലിൽ നിന്നാണ് നമ്മൾ ലെഫ്റ്റിലേക്ക് ചുക്ലിയിലേക്ക് പോവുക. ഇപ്പോൾ നമ്മൾ തലശ്ശേരിയിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തോട്ടേക്ക് വരുമ്പോൾ മാഹി സിഗ്നലിലാണ് ഉള്ളത്. നമ്മൾ ഇവിടുന്ന് ചുക്ലിയിലേക്ക് പോകുന്നത് ലെഫ്റ്റിലേക്കാണ്. നമ്മളിപ്പോൾ ലെഫ്റ്റ് സിഗ്നലാണ്. സ്പിന്നിങ് മിൽ റോഡ് അല്ലേ ഇത്? സ്പിന്നിങ് മിൽ റോഡ് വഴി നമ്മൾ നേരെ ഇപ്പം ചുക്ലി താഴെ ചുക്ലിയിൽ വന്ന് എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ കാനർത്തിങ്കിയിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ചുക്ലി കാനർത്തിങ്കിയിലാണ് നമ്മളെ ഒളവിലം റോഡ്. ആ റോഡിലാണ് ഈ ഒരു പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞത്. ഒന്ന് പോയി നോക്കി നോക്കാം. അത്യാവശ്യം നല്ല തിരക്കലുള്ള ഒരു ടൗണാണ് ഈ ചുക്ലി ടൗൺ വരുന്നത്. കാനർത്തിങ്കിയിൽ ജംഗ്ഷനാണ് ഇത്. നമ്മൾ കാനർത്തിങ്കിയിലുള്ള പള്ളി ലെഫ്റ്റ് സൈഡ് കാണുന്നത്. കാനർത്തിങ്കിയിൽ നിന്ന് നമ്മൾ കോഴിക്കോട് റോഡാണ്, അതായത് നമ്മൾ ഒളവിലം നാദാപുരം കുറ്റ്യാടി റോഡ് ലെഫ്റ്റിലേക്കും വരുന്നത്. നേരെ വരുന്നത് കോഴിക്കോട് റോഡിലേക്കാണ്. ഒളവിലം റോഡ് ഈ വലത് സൈഡിൽ കാണുന്നതാണ് രാമവിലാസം സ്കൂൾ വരുന്നത്. പിന്നെ ചൊക്ലിയിൽ നിന്ന് 2.5 കിലോമീറ്റർ മാറിയിട്ട് താഴെ ഒളവിലെത്തുന്ന നമ്മൾ ഈ ഒരു റോഡിലേക്ക് കയറുന്നതാണ്. ഈ റോഡിലേക്ക് ഒരു 100 മീറ്റർ മാറിയിട്ടാണ്. കോൺക്രീറ്റ് റോഡല്ല, അതായത് ഇന്റർലോക്ക് കൊണ്ട് ചെയ്ത ഒരു റോഡാണ്. ഇതാണ് ആ ടാർ റോഡിൽ നിന്ന് നേരെ ഒരു 50 മീറ്റർ തികച്ചുണ്ടാവില്ല നമ്മൾ ഈ ഒരു പ്ലോട്ടിലേക്ക്. റോഡ് നോക്കിയാൽ കാണുന്ന രീതിയിലാണ് മെയിൻ റോഡ് കിടക്കുന്നത്. ഏകദേശം 20 മീറ്ററോളം കോൺക്രീറ്റ് റോഡ് ഫ്രണ്ടേജോട് കൂടി, അതും 4 മീറ്ററോളം വീതിയുള്ള ഒരു കോൺക്രീറ്റ് റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത്. സ്ക്വയർ ആയിട്ടുള്ള നല്ലൊരു പ്ലോട്ട് തന്നെയാണ്. ചുക്ലി ടൗണിൽ നിന്ന് കുറച്ച് മാറിയിട്ട് നല്ലൊരു വീട് നിർമ്മിക്കാൻ, നല്ലൊരു പ്ലോട്ടിൽ നോക്കുന്ന ഒരാൾക്ക് പറ്റിയ നല്ലൊരു പ്രോപ്പർട്ടി ഇത്. സ്ക്വയർ ആയിട്ടുള്ള പ്ലോട്ട് തന്നെയാണ്. നമ്മൾ ഈ ഒരു പ്ലോട്ടിൻ്റെ തൊട്ടപ്പിറകിൽ തന്നെ ഒരു തോട് ഒഴുകുന്നുണ്ട്. അതുകൊണ്ട് വെള്ളത്തിനോ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വരില്ല. വെള്ളം കയറുന്ന ഒരു പ്രദേശമല്ല. നമ്മളെ പ്ലോട്ടിൻ്റെ അതിരെല്ലാം മൊത്തം കെട്ടിയിട്ടുണ്ട്. അതുപോലെ ഒരു 3-4 തെങ്ങും ഈ ഒരു പ്ലോട്ടിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഒരു 4-5 കവുങ്ങും നമ്മൾ ഈ ഒരു പ്ലോട്ടിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ചുക്ലി ടൗണിലേക്കാണെങ്കിൽ ഏകദേശം ഒരു 2.5 കിലോമീറ്ററും, അതേപോലെ കാനർത്തിങ്കിയിലും നമ്മളെ രാമവിലാസം സ്കൂളിലേക്കെല്ലാം വരുന്ന ദൂരപരിധിയാണെങ്കിൽ ഒരു ഏകദേശം 1-1.5 കിലോമീറ്ററിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അതുപോലെ പള്ളി, അമ്പലം, മദ്രസ, മറ്റ് സൗകര്യങ്ങളൊക്കെ ഒരു തൊട്ടടുത്തായിട്ട് തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. 100-200 മീറ്ററിൽ തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഒരു പ്ലോട്ടിനോട് ചേർന്നിട്ട് തന്നെ ഒരുപാട് വീടുകൾ അപ്പുറമൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ്. ടൗണിൻ്റെ എല്ലാ തിരക്കുകളും മാറിയിട്ട് ഒരു 10 സെൻറ്റ് സ്ഥലം വേണ്ടവർക്ക്, അതായത് ചൊക്ലി ടൗണിൽ നിന്ന് ഒരു 2.5 കിലോമീറ്റർ മാറി ഒരു ശാന്തമായ ഒരു സ്ഥലത്ത്, ശാന്തസുന്ദരമായ ഒരു സ്ഥലത്ത് ഒരു വീട് നോക്കുന്ന ഒരാൾ, ഒരു വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാം. വീട് നിർമ്മിക്കാൻ അനുയോജ്യമായിട്ട് നല്ല രീതിയിൽ കോൺക്രീറ്റ് റോഡൊക്കെ ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള ഈ ഒരു പ്ലോട്ടിന് ഒരു സെൻറ്റിന് ചോദിക്കുന്നത് 2,55,000 രൂപയാണ്. വിലയിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. താഴെ കാണുന്ന ഓണറുടെ നമ്പറിലേക്ക് വിളിച്ചോ, നല്ലൊരു ഡീൽ എത്തിക്കും.